തനിയെ ചെയ്യാൻ പറ്റുമോ? ആ പസിൽ തനിയെ ചെയ്യാൻ പറ്റുമോ? തനിയെ ചെയ്യില്ലേ ആ പസില്? കണ്ടുപിടിക്കില്ലേ? യെസ്. അപ്പൊ നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. ആ പസിൽ തനിയെ ചെയ്യാ, എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ? എന്താ പറഞ്ഞ ഇപ്പഴാ കേറിയേ? ആ പസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ 6th പേജ് നമ്പർ 6 ഒരു പസിലില്ലേ, പസില് അത് തനിയെ ചെയ്യൂലേന്ന്. ഓക്കെ. നെക്സ്റ്റ് വൺ, സോ മെനി ഇൻസെക്ട്സ് കഴിഞ്ഞു. അതിനുശേഷം എന്താണ്? റാപ്പിഡ് ഫയർ. പേജ് നമ്പർ 8. റാപ്പിഡ് ഫയർ. പേജ് നമ്പർ 8. പേജ് നമ്പർ 8. Okay. Kanda, tick the correct answers. Tick the correct answers. First one, which breed of dog is this? Can you see a dog? Can you see a dog there? Yes. Which breed of dog is this? ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? റോട്ട്വെയിലർ, പഗ്, ലബ്രഡർ, പൂഡിൽ. Which one? Yes. ഹരിനന്ദേ പറഞ്ഞോ. ഹരിനന്ദ്. Third one. C. ഓപ്ഷൻ സി, ലബ്രാഡർ. അപ്പോ ആ ഡോഗ് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ലബ്രാഡർ. All of you please pick the correct answer. ലബ്രാഡർ. Okay. Next one, which is the worst smelling flower in the world? അതായത് ലോകത്തിലെ മോശം മണമുള്ള ഒരു ഫ്ലവർ ഏതാണ്? ഹിബിസ്കസ്, ടൈറ്റനാരും, ഐറിസ്, തുളിപ്പ്. ഹിബിസ്കസിന് മണമുണ്ടോ? പിന്നെ ഐറിസ് എന്ന് പറഞ്ഞ ഒരു വയലറ്റ് നിറത്തിലുള്ള പൂവാണ്. ഏതായിരിക്കും മോശം മണമുള്ളത്? അറിയോ? എന്താ അശ്വിനെ? ഏതായിരുന്നു അശ്വിനെ? ഏതായിരുന്നു? ബി. ഓപ്ഷൻ ബി, ടൈറ്റനാരം. ടൈറ്റനാരം. അതെന്താണെന്നറിയോ? റഫ്ലേഷ്യ കണ്ടിട്ടുണ്ടോ? റഫ്ലേഷ്യയുടെ പിക്ചർ കണ്ടിട്ടുണ്ടോ? റഫ്ലേഷ്യ. ആ റഫ്ലേഷ്യയുടെ ഏകദേശം റഫ്ലേഷ്യ പോലുള്ള ഒരു പൂവാണ് ഏത്? ടൈറ്റനാരം. എന്തായിരുന്നു? ജസ്റ്റസ് റഫ്ലേഷ്യ ഇത് ഒന്ന് തന്നെയാണോ? ഏകദേശം റഫ്ലേഷ്യ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഉള്ളത്. റഫ്ലേഷ്യ അല്ല, നോട്ട് റഫ്ലേഷ്യ. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. റഫ്ലേഷ്യക്ക് മണമല്ലേ? ഇതിനും മണമുണ്ട്. മോശം മണമല്ലേ? നല്ല മണമാണോ? ഇല്ല. അതുപോലെ വേഴ്സ്റ്റ് സ്മെല്ലിംഗ് ഫ്ലവർ ആണ് ഏത്? ടൈറ്റൻ ആരും. ഓക്കെ. നെക്സ്റ്റ് വൺ, which of these animals lays eggs? നമുക്കറിയാം, we know different animals lays eggs. Yes. First one, platypus. Second one, kangaroo. Third one, bat. Fourth one, antelope. Platypus, kangaroo, bat, antelope. എന്താ antelope എന്ന് പറഞ്ഞാല്? It's like a deer. Antelope is like a deer. എന്താ പറഞ്ഞോ ജസ്റ്റസ്? പ്ലാറ്റിപ്പസ് ആണോ? കങ്കാരു ആണോ? ബാറ്റ് ആണോ? ആന്റിലോപ്പ് ആണോ?
പ്ലാറ്റിപ്പസ് അല്ലേ? Platypus. Correct answer is platypus. Platypus is the correct answer. Platypus is an animal lays eggs. അതായത് മുട്ടയിടും. മുട്ടയിടുന്ന ഒരു ആനിമൽ ആണ് ഏത്? പ്ലാറ്റിപ്പസ്. നമുക്കറിയാം ബാക്കിയെല്ലാം എന്താണ്? പ്രസവിക്കുക അല്ലേ? പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ചെയ്തത്. Platypus is laying eggs. Okay. Next one. What does a camel do when it is upset? ക്യാമലിന് അപ്സെറ്റ് ആവുമ്പോൾ ക്യാമൽ എന്താ ചെയ്യാന്ന്? സ്ലീപ്സ് ഉറങ്ങും, വാക്സ് നടക്കും, ഈറ്റ് ഭക്ഷണം കഴിക്കും, സ്പിറ്റ്സ് സ്പിറ്റ്സ് മീൻസ് തുപ്പുക. വിഷ്ണു പോയോ? യെസ് പറഞ്ഞോ കഴിയുന്നേ. സ്പിറ്റ്സ്. ഓക്കെ നോക്കാം. എന്തായിരുന്നു അശ്വിനെ അറിയോ? അശ്വിൻ ഡി സ്പിറ്റ്സ്. ഓക്കെ നോക്കാം. ഹലീമയ്ക്ക് അറിയോ? സ്പിറ്റ്. അതായത് നമ്മൾ the people think that when the camel upset camel is spitting, പക്ഷെ അതെന്തല്ല, ക്യാമൽ തുപ്പുന്നതല്ല. തുപ്പുന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അത് അപ്സെറ്റ് ആവുമ്പോ അതിന്റെ സലേവിയ അല്ലെങ്കിൽ ഉമിനീരും വോമിറ്റിങ്ങും ഛർദിയും കൂടെ വരുന്നതാണ്. പക്ഷെ അത് തുപ്പുന്നതല്ല കേട്ടോ. മനസ്സിലായോ? അതായത് ക്യാമൽ അപ്സെറ്റ് ആവുമ്പോൾ തുപ്പുന്ന് പറയുന്നുണ്ട് നമ്മള്, പക്ഷെ നോട്ട് സ്പിറ്റിംഗ് ബട്ട് ഇറ്റ് ഈസ് വോമിറ്റിംഗ് ആൻഡ് സാൽവ. അതായത് നമ്മുടെ ഉമിനീരും ഛർദിയും കൂടെ വരുന്നതാണ്, അല്ലാതെ ഒരിക്കലും ക്യാമൽ തുപ്പുന്നതല്ല. മനസ്സിലായില്ലേ? Next one, true or false? True or false? Okay. Curd is formed by a bacteria called rhizobium. Curd is formed by a bacteria called rhizobium. അതായത് കേടിൽ നിന്നുണ്ടാകുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം എന്നാ പറയുന്നത്. ശരിയാണോ? റൈസോബിയം ആണോ? ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, ലിസൺ. അതായത് കേടിൽ നിന്നുണ്ടാകുന്ന ഒരു ബാക്ടീരിയയുടെ പേരെന്താ അറിയോ? ലാക്ടോബാസില്ലസ് ആണ്. കേടിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയയുടെ പേര് ലാക്ടോബാസില്ലസ് ആണെന്ന്, നോട്ട് റൈസോബിയം. മനസ്സിലായോ? അപ്പൊ എന്താണ്? കേഡ് ഈസ് ഫോംഡ് ബൈ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസില്ലസ്. നോട്ട് റൈസോബിയം. അപ്പൊ ദിസ് ആൻസർ ഈസ് false. Answer is false. ഇതെന്താണ്? false ആണ്. അപ്പൊ ഏതാണ്? റൈസോബിയ അല്ല കേടിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയയുടെ പേരെന്തായിരുന്നു? ലാക്ടോബാസില്ലസ്. കിട്ടിയോ? അപ്പൊ അവിടെ സൈഡിൽ എഴുതി വെക്കാം ലാക്ടോബാസില്ലസ്. സ്പെല്ലിംഗ് LACTOBACILLUS. LACTOBACILLUS. ലാക്ടോബാസില്ലസ്. കിട്ടിയില്ലേ? കിട്ടിയാ? നെക്സ്റ്റ് വൺ. നിർമ്മൽ കിട്ടിയോ? നിർമ്മലെ കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫംഗി ആൻഡ് ആൽഗി ആർ പ്ലാന്റ്സ്. ഫംഗി ആൻഡ് ആൽഗെ ആർ പ്ലാന്റ്സ്. ഫംഗി എന്നതും ആൽഗെ എന്നതും പ്ലാന്റ്സ് ആണ്. എന്തോ ഹരിനന്ദ് എന്തോ പറയുന്നുണ്ട്, നോക്കാം. എന്താ ഹരിനന്ദ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫംഗി എന്ന് പറയുന്നതും ആൽഗെ എന്ന് പറയുന്നതും പ്ലാന്റ്സ് ആണോ? ട്രൂ ആണോ? എന്തോ ജസ്റ്റിസ് എന്തോ പറയുന്നുണ്ട്, എന്താ നോക്കാം. എന്താ ജസ്റ്റിസേ? ഫാൾസ് അല്ലേ മിസ്സേ? ഫാൾസ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? ഫാൾസ് അല്ലേ മിസ്സേന്ന് നോക്കുക. ഫംഗി എന്ന് പറയുന്നത് ഫംഗസിന്റെ പ്ലൂറൽ ആണ്. ഒരു തരം ഫംഗസ് ആണ് ഏത്? ഫംഗി എന്ന് പറയുന്നത്. ആൽഗെ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഫംഗിക്ക് എന്തില്ല? ഫംഗസിന് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. അതുപോലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. മനസ്സിലായോ? പ്ലാന്റ്സിന് കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന സാധനം ഏതിലില്ല? ഫംഗിയിൽ ഇല്ല. അതുപോലെ തന്നെ അവിടെ എന്ത് നടക്കുന്നില്ല? ഫോട്ടോസിന്തസിസ്. മനസ്സിലായോ? ഫംഗിയുടെ കളർ വൈറ്റ് ആണ്, നോട്ട് ഗ്രീൻ. ക്ലിയർ?
So fungi is not a plant. മനസ്സിലായോ? ഫംഗി എന്ന് പറയുന്നത് പ്ലാന്റ് അല്ല. ഫംഗി ഈസ് എ ഫംഗസ്. പ്ലൂറൽ നെയിം ഓഫ് ഫംഗസ് ആണ്. അപ്പൊ അതിന്റെ കളർ വൈറ്റ് ആണ്. There is no chlorophyll. There is no photosynthesis. Okay? Yes. Then fungi and algae are plants. Is it? That answer is false. False. Okay. Then next one, the sulfur compound released while cutting an onion mixes with the tears to form sulfuric acid, which makes us cry. അതായത് ഉള്ളി അരിയുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ലേ? അങ്ങനെ ഉണ്ടാവുന്ന ആസിഡ് സൾഫർ ആണ്. സൾഫർ ഉള്ളതുകൊണ്ടാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, പറഞ്ഞോ. ട്രൂ. ആൻസർ ഈസ് ട്രൂ. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വരുന്നത് സൾഫറിന്റെ കോമ്പൗണ്ട് ആണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളി അരിയുമ്പോൾ അത് വരുന്നത് കൊണ്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ. അപ്പൊ തേർഡ് ഈസ് ട്രൂ. ലാസ്റ്റ് വൺ, എ ഫ്ലൈയിങ് ഫോക്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോക്സ്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്നത് ഒരു തരം കുറുക്കനാണ് എന്നാ പറയുന്നത്. അശ്വിനെ, ലിസൺ ഹിയർ. ഹരിനന്ദേ ആണോ? ഹരിനന്ദ കൈ വെക്കുന്നുണ്ട്. എന്താ പറയുന്നേ? ഫാൾസ്. ഫ്ലൈയിങ് ഫോക്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോക്സ്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഫോക്സ് ആണോ? നെവർ. ഫ്ലൈയിങ് ഫോക്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിഷ്. ഒരു തരത്തിലുള്ള ഫിഷ് ആണ് ഇത്. വെള്ളത്തിൽ ഉണ്ടാവുന്ന ഒരു തരം മീനാണ് ഇത്. ഫ്ലൈയിങ് ഫോക്സ്, നോട്ട് എ ഫോക്സ്. ഓക്കെ. ശ്രീവിഷ്ണുവിനെ കാണാനേ ഇല്ലല്ലോ. ശ്രീവിഷ്ണുവിന് റേഞ്ച് കുറവാന്ന് തോന്നല്ലേ ഇന്ന്? ശ്രീവിഷ്ണുവേ, ശ്രീവിഷ്ണു കൈ പൊക്കി പിടിച്ച് കാണുന്നില്ല. ശ്രീവിഷ്ണുവിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അഫ്രാസ് എഴുതിയോ മോനെ? അഫ്രാസ് എഴുതിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ അഫ്രാസേ. മോനെ അൺമ്യൂട്ട് ചെയ്തേ. ചെയ്തു കഴിഞ്ഞോ അഫ്രാസേ? അഫ്രാസ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ പറയുമ്പോ ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. ഞാൻ പറയാം ആൻസറേ. ശ്രീവിഷ്ണു വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ശ്രീവിഷ്ണു. മിസ് ചെയ്ത് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ മോനെ, ഞാൻ ആൻസർ ഒന്നും കൂടെ പറയൂട്ടോ. ഇത് കഴിഞ്ഞ് അല്പം ശ്രദ്ധിച്ച് എഴുതണേ. ഞാൻ എഴുതി, എല്ലാം എഴുതി. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. ഏതൊക്കെ? curd is formed by a bacteria called ഏതായിരുന്നു? lactobacillus, not rhizobium. Fungi and algae are plants. That is false. Fungi is a type of, അല്ലെങ്കിൽ fungi is a fungus, and there is no photosynthesis. There is no chlorophyll. Okay. Yes. Algae is a plant. പിന്നെ പറഞ്ഞു സൾഫർ കോമ്പൗണ്ട് റിലീസ്ഡ് വൈൽ കട്ടിംഗ് ആൻ ഓണിയൻ മിക്സസ് വിത്ത് ടീയേഴ്സ് ടു ഫോം സൾഫനിക് ആസിഡ് വിച്ച് മേക്സ് us cry. നമ്മളെ ഉള്ളി അരിയുമ്പോൾ കരയുന്നതിന് കാരണം ഉണ്ടാകുന്ന ആസിഡ്. Then last one, flying fox is a type of fox. That is true. False. Flying fox is a type of fish. ഹരിനന്ദേ, നീ പെൻസിലും കൊണ്ട് കളിക്കാണോ? മനസ്സിലായോ? ഇത്രയും ചെയ്തോ മക്കളെ? ഇത്രയും ചെയ്തോ? ഹലീമ എന്തോ മെസ്സേജ് അയക്കുന്നുണ്ട്. വായിക്കാൻ പറ്റാത്ത മെസ്സേജ് ആണല്ലോ. ഹലീമ പോയോ? സോറി മിസ്, നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. യെസ്, എന്തായിരുന്നു ഹലീമ? മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. മലയാളമായിരുന്നോ? അറിയാണ്ടായി പോയതാണ്. ഓക്കെ. എഴുതി കഴിഞ്ഞില്ലേ ഹലീമ? ചെയ്തില്ലേ മക്കളെ? ലാസ്റ്റ് വൺ നോക്കേ. fill in the blanks, choose from the box. ഒന്ന് flamboyance, second one primates, third one tigon, last one quinine. All of you listen. I read once more. All of you listen. Flamboyance, primates, tigon, quinine. First one, monkeys, lemurs, chimpanzees and gorillas are called dash. Monkeys ne, lemurs ne, chimpanzee ne, gorilla ne ഒക്കെ കൂടെ എന്താ പറയാ?
എന്തായിരിക്കും അത്? അതൊക്കെ എന്തായിരിക്കും മക്കളെ? എന്താ പ്രിമേറ്റ്സ് എന്ന് പറഞ്ഞാല്? പ്രിമേറ്റ്സ് എന്ന മാമൽസ്, അതായത് നമ്മൾ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് വളർത്തുന്ന ജീവികളാണ് നമ്മൾ എന്ത് പറയാ? മാമൽസ് എന്ന് പറയാ. അത് ഏതൊക്കെയായിരിക്കും? ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഏതാ? ആരെങ്കിലും ഒരാൾ പറ. യെസ്, ഹരിനന്ദേ പറഞ്ഞോ. First one, flamingos. ഫ്ലംബോയൻസ്. ഫ്ലംബോയൻസ് എന്ന് പറഞ്ഞാല് എന്താണ്? മാമൽസ്. ഓക്കെ, ഫ്ലംബോയൻസ് എന്ന് പറഞ്ഞാൽ മാമൽസിൽ പെട്ട ജീവികളാണ് നമ്മൾ ഫ്ലംബോയൻസ് എന്ന് പറയുക. ഓക്കെ. Second one, used to treat malaria is obtained from the bark of the cinchona tree. Cinchona tree. അതായത് മലേറിയക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, സിഞ്ചോന ട്രീയിൽ നിന്നും മലേറിയ എന്ന അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഏത്? ഏതാ അത്? ഏതാ? ക്യുനൈൻ. ക്യുനൈൻ. ക്യുനൈൻ is a tree, അല്ലെങ്കിൽ ക്യുനൈൻ is used to treat malaria. Quinine is a medicine of the disease malaria. മലേറിയ എന്ന അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഏത്? മെഡിസിൻ ആണ് ഏത്? ക്യുനൈൻ. QUININE. ക്യുനൈൻ. Next one, a group of flamingos is called dash. Flamingos എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന പിക്ചറിൽ കാണുന്ന ഒരു പക്ഷിനെ കണ്ടോ? കൊക്കിനെ പോലെയുള്ള റോസ് കളർ, അതാണ് flamingos. This one, can you see this? Look here all of you. This is flamingo. കിട്ടിയോ? അപ്പം ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസ് എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസ് ഏതാ? ജസ്റ്റസും ഹരിനന്ദും കൈവക്കുന്നുണ്ട്. ഏതായിരുന്നു ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസ്? ഏതാ ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസ്? ഹരിനന്ദ പറ. Group of flamingos is called മക്കളെ കേൾക്കുന്നില്ലേ? ഹരിനന്ദേ, ഒന്ന് ലീവ് ചെയ്ത് കയറിയ മക്കളെ, ഒന്ന് ലീവ് ചെയ്തിട്ട് കയറിയട്ടെ. ആതിര,